നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമനിലെ ഹൂതി വിമതർ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ യമനിലെ സനയിലേക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. കുറച്ചു കാലമായി തന്നെ ഹൂതികളാണ് ഇസ്രായേൽ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് തവണയായിട്ടാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത്. എല്ലാത്തിനെയും പ്രതിരോധിക്കാനായിട്ട് ഇസ്രായേലിനെ കൊണ്ട് സാധിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഹൂതികളുടെ മിസൈൽ ആക്രമണം തടയാനായിട്ട് ഇസ്രായേലിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹൂതികൾ വിക്ഷേപിച്ച മിസൈൽ ടെൽ അവീവിൽ പതിക്കുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അമേരിക്ക ഇത്തരമൊരു ആക്രമണം നടത്തിയത്. ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത്. ചെങ്കടലിന് മുകളിലൂടെ നിരവധി ഹൂതി ഡ്രോണുകളെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമാക്കിയുള്ള ക്രൂയിസ് മിസൈലുകളെയും അമേരിക്കൻ സേന തകർത്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ടെൽ അവീവിലേക്ക് ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തെ തടയാൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഹൂതി വിമതർ ജനവാസ മേഖലകളെ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നതായി ഇസ്രായേൽ ആരോപിച്ചു. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിനെതിരായ ആക്രമണത്തെ തുടർന്ന് ഈ വർഷം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ യുഎസും യുകെയും ആവർത്തിച്ച് ആക്രമണം നടത്തിയിരുന്നു. വ്യാഴാഴ്ച യമനിലെ ഹൂതിയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഒരു വർഷത്തിലേറെയായി ചെങ്കടലിലെ ചരക്ക് കപ്പലുകളെ ആക്രമിക്കാറുണ്ട്. ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത്. കപ്പൽ ഗതാഗതത്തിന് നേരെ നടക്കുന്ന ആക്രമണത്തെ അമേരിക്കയും ബ്രിട്ടനും ഗൗരവത്തോടെയാണ് കാണുന്നത്. ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ഹൂതികൾക്കെതിരായ ആക്രമണം ശക്തമാക്കാനാണ് സാധ്യത. ടെൽ അവീവ് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ബാലിസ്റ്റിക് മിസൈൽ താവളമാണ് ലക്ഷ്യമിട്ടതെന്നും ഹൂതികൾ പ്രസ്താവിച്ചിരുന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സന, ഹദൈദ തുറമുഖം എന്നിവിടങ്ങളിൽ 2 ദിവസം മുമ്പ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇനിയും തിരിച്ചടി നൽകുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. മിസൈൽ ആക്രമണം തടയുന്നതിൽ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെട്ടു എന്നാണ് വിലയിരുത്തൽ. അതേസമയം ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 25 പേർ കൊല്ലപ്പെട്ടെന്ന് ഗസ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മധ്യ ഗസയിലെ നുസൂറത്ത് ക്യാമ്പിലെ ആക്രമണത്തിലും 5 കുട്ടികളടക്കം 7 പേരും, ഗസ സിറ്റിയിൽ വീട്ടിൽ ബോംബിട്ടതിനെ തുടർന്ന് 7 കുട്ടികളും 2 സ്ത്രീകളും അടക്കം 12 പേരും കൊല്ലപ്പെട്ടു. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ബോംബാക്രമണങ്ങളെ ഫ്രാൻസിസ് മാർപ്പാപ്പയും അപലപിച്ചു. ആക്രമണം വംശഹത്യയാണോ എന്ന് രാജ്യാന്തര സമൂഹം പരിശോധിക്കണമെന്ന മാർപ്പാപ്പയുടെ പരാമർശത്തെ ഇസ്രായേൽ വിമർശിച്ചതിന് പിന്നാലെയാണിത്. അതേസമയം വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്.